എല്ലാവർക്കും ഞങ്ങളുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് വേറൊന്നുമല്ല, ഒരു ഡേ ഇൻ മൈ ലൈഫാണ്. ഒരു സൺഡേയിലെ ഒരു ഡേ ഇൻ മൈ ലൈഫാണ്. അപ്പം എഴുന്നേറ്റിട്ട് കുറച്ച് നേരമായതേ ഉള്ളൂ. ഇന്ന് കുറച്ച് താമസിച്ച് ഞങ്ങൾ ഉറക്കം എഴുന്നേറ്റ്. സൺഡേ അല്ലേ, അപ്പോൾ ഏട്ടനും ജോലിക്ക് പോകണ്ടല്ലോ, അപ്പോൾ കുറച്ച് താമസിച്ചാണ് ഉറക്കം എഴുന്നേറ്റത്. അങ്ങനെ ഞാൻ എഴുന്നേറ്റ പാടെ ചായ ഇട്ടു, പിന്നെ ചോറിന് വേണ്ടിയിട്ട് വെള്ളം വെച്ചു. ആ രണ്ട് പണി മാത്രമേ ഞാൻ ചെയ്തിട്ടുള്ളൂ. അപ്പം ഞാൻ ചായ കുടിച്ചുകൊണ്ടിരിക്കുകയാണ്. അൻവിമോള് ഞാൻ ഇവിടെ കിടത്തിയിരിക്കും കേട്ടോ, നിലത്ത് തന്നെ കിടത്തിയിരിക്കും. നാളെ കമന്ന് വീഴുന്ന കാരണമാണ് ഇപ്പം നിലത്ത് കിടത്തുന്നത്. പിന്നെ നമുക്ക് ജോലിയൊക്കെ ഉണ്ടല്ലോ, ആ ജോലികളൊക്കെ കാണിച്ചു തരാം. ഇനി എനിക്കൊന്ന് മുടിയൊന്ന് നല്ലതായിട്ടൊന്ന് കെട്ടണം. തുണിയൊക്കെ അലക്കാനുണ്ട്. മോളുടെ കുറച്ച് തുണി വീട്ടിൽ നിന്ന് വന്നപ്പം കുറച്ച് 2-3 തുണി കഴുകാനുള്ളതൊക്കെ കൊണ്ടുവന്നാക്കി, അപ്പോൾ അതൊക്കെ ഒന്ന് അലക്കണം. പിന്നെന്താ പറയുക, പിന്നെ എല്ലാവർക്കും സുഖമായിട്ടിരിക്കുമല്ലേ? ഞങ്ങളിവിടെ സുഖമായിട്ടിരിക്കുകയാണ്, കുഴപ്പമൊന്നുമില്ല. പിന്നെ അതുപോലെ തന്നെ ഞങ്ങളുടെ വീഡിയോ കാണുന്നവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. പിന്നെ അതുപോലെ തന്നെ ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. അഥവാ എന്തെങ്കിലും അഭിപ്രായങ്ങളുണ്ടെങ്കിൽ കമൻറ്റിലൂടെ പറയണം. പിന്നീട് ഷെയർ ചെയ്യണം. പിന്നെന്താണ്, ഞങ്ങൾ സപ്പോർട്ട് ചെയ്യണം കേട്ടോ. ഇപ്പം നമ്മൾ പഴയതുപോലെ ആൾക്കാരും നമ്മളെ സപ്പോർട്ട് ചെയ്യണില്ല. അപ്പോൾ നമ്മളെ വീണ്ടും ഒന്ന് സപ്പോർട്ട് ചെയ്യണം. അൻവിമോള് കരയോ കേട്ടോ, എടുക്കാൻ വേണ്ടിയിട്ട് ആളായിരുന്നു. ചുമ്മാ ഇരുന്ന് കരയുമല്ല, വാ വെക്കുക. നിലത്ത് കിടത്തിയാൻ എടുക്കാൻ വേണ്ടിയിട്ട് കിടന്ന് വാ വെക്കുക. കമന്ന് വീഴാൻ നോക്കുന്നുണ്ടോ? ഇങ്ങനെ നമ്മളടുത്തിരുന്ന് ഇങ്ങനെ കമന്ന് വീഴാനും ഒക്കെ നോക്കും. അപ്പോൾ അതിന് ശേഷം ഏട്ടൻ പോയി പച്ചക്കറി മേടിച്ചുകൊണ്ട് വന്നു. ഞാനിത് നിലത്തിട്ടിട്ട് വെവ്വേറെ എടുത്ത് തരംതിരിച്ചായിട്ട് വെക്കുക ചെയ്യുന്നത്. എല്ലാം കൂടെ ഒരുമിച്ച് ഞാൻ വയ്ക്കാറില്ല. എല്ലാവരും അങ്ങനെ തന്നെ ആയിരിക്കും, വെവ്വേറെ ആയിരിക്കും വെക്കുന്നത്. അപ്പം ഞാൻ സവോളയും അതുപോലെ തന്നെ ഉരുളക്കിഴങ്ങും അതെല്ലാം വേറെ പാത്രത്തിൽ, അതുപോലെ തന്നെ നമ്മൾ വെട്ട് സാധനങ്ങളെല്ലാം ഫ്രിഡ്ജിനകത്തുള്ള ആ ഒരു കണ്ടെയ്നറിനകത്ത് തന്നെ എടുത്ത് വെക്കും. ക്യാരറ്റ്, ഇതെല്ലാം വെണ്ടയ്ക്ക, അതെല്ലാം വെവ്വേറെ ആയിട്ട് എടുത്ത് വയ്ക്കുക ചെയ്യുന്നത്. അതുപോലെ തന്നെ ഞാൻ ഏട്ടനോട് പച്ചക്കറി മാത്രമല്ല വാങ്ങാൻ പറഞ്ഞത്, മീനും പിന്നെ നമ്മുടെ പഞ്ചസാരയും അതൊക്കെ മേടിക്കാൻ പറഞ്ഞിരുന്നു. പക്ഷെ ആൾ മീൻ അവിടെ വന്നിട്ടില്ല എന്ന് പറഞ്ഞു. പിന്നെ അതുപോലെ തന്നെ പഞ്ചസാരയ്ക്ക് പകരം പോയി വെളുത്തുള്ളി മേടിച്ചുകൊണ്ട് വന്ന്. ഇതിപ്പം 150 രൂപയുടെ പച്ചക്കറി കേട്ടോ, നല്ല ലാഭത്തിനാണ് കിട്ടിയേക്കുന്നത്. എന്ന് വെച്ചാൽ ഞങ്ങൾക്ക് ഈ ഒരു പച്ചക്കറി എന്ന് വെച്ചാൽ 1.5 അല്ലെങ്കിൽ 2 ആഴ്ചയോളം നമുക്ക് ഈ ഒരു പച്ചക്കറി നിൽക്കും. പിന്നെ തക്കാളിയൊക്കെ 4-5 എണ്ണം ഉണ്ടായിരുന്നു. എന്തായാലും കൊള്ളാം, നമുക്കിത് നല്ല ലാഭം കേട്ടോ. 2 പേരൊക്കെ ഉണ്ട്, 2-3 പേരൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇത് ഒത്തിരി ദിവസത്തേക്കിന് കാണും. ഈ പച്ചക്കറി നമുക്ക് തോരൻ വയ്ക്കാനുള്ള ഐറ്റംസും എല്ലാം ഒരുപാടുണ്ട്. അങ്ങനെ സന്ദീപേട്ടൻ പോയി വെളുത്തുള്ളി കണ്ടോ, ഇത്രയും വെളുത്തുള്ളി മേടിച്ചുകൊണ്ട് വന്നു. അപ്പോൾ ആൾക്ക് ഞാൻ പണി കൊടുത്തിയാണ്. അതായത് ഈ വെളുത്തുള്ളി മേടിച്ചുകൊണ്ട് വന്നതിന് ഞാൻ ആളെ കൊണ്ട് തന്നെ ഇതാക്കി വയ്ക്കുക, വൃത്തിയാക്കി വയ്ക്കുക. അതിനുശേഷം ഞാൻ സാമ്പാർ വയ്ക്കാൻ വേണ്ടിയിട്ട് കുറച്ച് സാധനങ്ങൾ എടുത്ത് വെച്ചു. പിന്നെ അതിന് ശേഷം നമുക്ക് സാമ്പാർ വെക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇത് മുറിച്ച് എല്ലാം വെച്ചേക്കുമായിരുന്നു. സാധനങ്ങൾ അരിഞ്ഞ് പറക്കിയെടുത്ത്. അപ്പോഴേക്കും ഏട്ടന് കഞ്ഞി വേണമെന്ന് പറഞ്ഞു. അങ്ങനെ കഞ്ഞിയും അച്ചാറുമായിട്ട് കൊണ്ടുപോയി കൊടുത്തു. പിന്നെ നമ്മൾ സാമ്പാറിന് വേണ്ടിയിട്ടുള്ളതെല്ലാം അരിഞ്ഞ് വൃത്തിയാക്കി എടുത്തുകൊണ്ടിരിക്കും. ഇതിപ്പം എനിക്കും സന്ദീപേട്ടനും മാത്രം മതിയല്ലോ, കറിയാണെങ്കിലും ചോറാണെങ്കിലും ഒക്കെ. അപ്പം അതിന് വേണ്ടിയിട്ടുള്ള കറിക്ക് വേണ്ടിയിട്ടുള്ളതൊക്കെ അരിഞ്ഞെടുക്കുക. അരിഞ്ഞ് പറക്കിയൊക്കെ വെക്കാമെന്ന് കരുതിയെന്ന് വെച്ചാൽ ഇതിപ്പം ഞങ്ങൾക്ക് 2 പേർക്കും ആയതുകൊണ്ട് പിന്നെ പതുക്കെയൊക്കെ ചെയ്താൽ മതി, അതുകൊണ്ട് കുഴപ്പമില്ല. അങ്ങനെ എല്ലാം അരിഞ്ഞ് വൃത്തിയാക്കി കഴുകിയെടുത്ത് നമ്മൾ വേവിക്കാൻ വേണ്ടി കുക്കറിനകത്തോട്ടാക്കി അതിന് വേണ്ടിയിട്ടുള്ള പൊടികളെല്ലാം ചേർത്തതിന് ശേഷം ഞാൻ അത് സ്റ്റൗവിൽ വെച്ചു. പിന്നെ അൻവിമോളെ എടുത്ത് സന്ദീപേട്ടൻ തുണി അലക്കാണ്.
അപ്പോൾ അൻവിമോളെയും കൊണ്ട് ഞാൻ സന്ദീപേട്ടൻ തുണി അലക്കുന്ന കാണാൻ വേണ്ടിയിട്ട് വന്നിരിക്കുക. ഇപ്പോൾ ഏട്ടൻ വീട്ടിലുള്ള ദിവസമാണെങ്കിൽ എനിക്ക് അങ്ങനത്തെ തുണി അലക്ക് പുറത്തുള്ള പണികളൊന്നും എനിക്ക് ചെയ്യേണ്ട. മുറ്റം തൂക്കലോ തുണി കഴുകലോ അങ്ങനെ ഒന്നും എനിക്കത് ചെയ്യേണ്ട. അകത്തുള്ള ഈ കറി വെക്കുക, ചോറ് വെക്കുക, അങ്ങനെയുള്ള കൊച്ചു കൊച്ചു പണികൾ മാത്രം എനിക്ക് ചെയ്താൽ മതി. ബാക്കിയെല്ലാം ആൾ നല്ലതായിട്ട് സഹായിച്ച് തരുന്നതുകൊണ്ട് എനിക്ക് വിഷയമില്ല. ആൾ സഹായിച്ച് തരുന്നതുകൊണ്ട് പിന്നെ കുഴപ്പമില്ല. അങ്ങനെ അൻവിയായിട്ട് ഏട്ടൻ തുണികൾ കഴുകുന്ന നോക്കിക്കൊണ്ടിരിക്കുക. ആളിങ്ങനെ തുണിയൊക്കെ കഴുകി തരിക. അൻവി പിന്നെ ഫോണിൽ നോക്കുന്നില്ല, ഏട്ടൻ തുണി കഴുകുന്നത് നോക്കിക്കൊണ്ടിങ്ങനെ ഇരിക്കുക. ഒരച്ഛനുണ്ടെങ്കിൽ പിന്നെ നമ്മളാരെയും വേണ്ട, അച്ഛനെ നോക്കുകയുള്ളൂ. അങ്ങനെ ഞങ്ങളിങ്ങനെ സാമ്പാർ വേവുന്നതും വരെ ഞാൻ ഇങ്ങനെ അവളെയും കൊണ്ട് പുറത്തിങ്ങനെ ഇരിക്കുക. അപ്പോഴത്തേക്കിനും സാമ്പാറൊക്കെ ആയിക്കഴിഞ്ഞു. പിന്നെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സാമ്പാർ മാത്രം പറ്റത്തില്ലല്ലോ. അങ്ങനെ തോരന് വേണ്ടിയിട്ട് ഞാൻ ബീട്രൂട്ടും അതുപോലെ തന്നെ ക്യാരറ്റും സവോള പിന്നെ പച്ചമുളക് ഇത് ഇത്രയും എടുത്ത് വെച്ചിട്ട് അത് വൃത്തിയാക്കുവാണ്. അൻവിമോളെ ഞാൻ ഉറക്കി കിടത്തിയിട്ട് അപ്പോൾ രണ്ടാമത് ഞാൻ ഈ തോരൻ വെക്കാൻ വേണ്ടിയിട്ട് വന്നത്. അപ്പോഴത്തേക്കിനും ഏട്ടൻ തുണി കഴുകി കഴിഞ്ഞു. അങ്ങനെ നോക്കുവാണ്. ഇതിപ്പോൾ എനിക്ക് ടേസ്റ്റ് ചെയ്യാൻ കൊണ്ടുവരുന്ന വേറൊന്നുമല്ല, സാമ്പാറിന് ഉപ്പുണ്ടോ എന്ന് നോക്കാൻ വേണ്ടിയിട്ട് ഞാൻ പറഞ്ഞായിരുന്നു. അങ്ങനെ അത് നോക്കുക, സാമ്പാറിന് ഉപ്പുണ്ടോ എന്ന് നോക്കുക ഏട്ടൻ. അപ്പോൾ എനിക്കിപ്പോൾ ഇത് വൃത്തിയാക്കുന്ന തിരക്കിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. വിരലോറ ഇല്ലാത്തതുകൊണ്ട് എനിക്ക് പേടിയാണ്. വിരലോറ ഇരിപ്പുണ്ട്, പക്ഷേ ഇടാൻ മറന്നു, അതുകൊണ്ട് പേടിയാണ്. ഞാൻ പെതുക്കിയാണ് ചെയ്യുന്നത്. അതുമല്ല കേടായിട്ടുണ്ടായിരുന്നെന്ന് തോന്നുന്നു ഇടയ്ക്ക് വെച്ചിട്ട്. ഇതൊരിത് നമ്മുടെ ഈ ബീട്രൂട്ടിന് ഉള്ളുകൊണ്ട് കേടായിട്ടുണ്ടായിരുന്നു. തുണിയൊന്നും രാവിലെ നടന്നില്ല. ബാക്കി ഇങ്ങനെ ഇരിക്കുന്ന നമ്മളിങ്ങനെ സ്പൂൺ വെച്ചിട്ട് സ്പൂണും നമ്മളിങ്ങനെ ഇതാക്കി എടുക്കുക ചെയ്യും. അപ്പോൾ ഈ സാധനം വെച്ചാണ് ഞാൻ ഇതിങ്ങനെ ഇതാക്കാൻ പറഞ്ഞത്. തോരന് വേണ്ടിയിട്ട് ഞാൻ അരിഞ്ഞ് പറക്കി വെച്ചു. ഇത് നമുക്ക് സാമ്പാറിന് കടുക് വറുക്കാൻ വേണ്ടിയിട്ട് ഞാൻ എടുത്തുകൊണ്ട് വെച്ച കേട്ടോ, അരിഞ്ഞ് വെച്ചതാണ്. അപ്പോൾ അതൊന്നും കാണിക്കേണ്ട ആവശ്യമൊന്നും ഇല്ലാത്തത് കൊണ്ട് ഞാൻ പിന്നെ അരിഞ്ഞൊന്നും കാണിക്കായിരുന്നു. ഇതിന് എല്ലാം വൃത്തിയാക്കണം ഒന്നേന്നും പറഞ്ഞിട്ട്, അതാണ് വല്ലാത്ത പാട്. അപ്പം മോളിടയ്ക്കൊന്ന് ഉണർന്നപ്പോഴത്തേക്കിനും അവളെ ഉറക്കി. കൈ ഫോൺ ഇതും കൂടെ ആകുമ്പോൾ ഭയങ്കര പാട്. ഒത്തിരിയൊക്കെ തട്ടിത്തറയിപ്പോയി കേട്ടോ. സാമ്പാർ റെഡിയായിട്ട് ഇരിപ്പുണ്ടായിരുന്നു. പിന്നെ തോരന് വേണ്ടിയിട്ട് ഞാനിങ്ങനെ ആക്കി വെച്ചതാണ്. അപ്പോൾ തോരന് ഒരുവിധം ആവാറായി. അപ്പോഴേക്കും ഞാൻ പുറത്തോട്ടൊന്ന് പോയപ്പോഴത്തേക്കിനും നമ്മുടെ ആ തെങ്ങ് കണ്ടില്ലേ, ആ തെങ്ങിനകത്ത് കരിക്ക് വെക്കുന്നുണ്ട്. അങ്ങനെ 2 കരിക്ക് എടുക്കാൻ പറഞ്ഞ് അങ്ങനെ സന്ധ്യവട്ടം എനിക്ക് 2 കരിക്ക് കൊണ്ടുവന്നു. അങ്ങനെ ഞങ്ങൾ അത് രണ്ടും കൂടി കുടിക്കുക. നല്ല മധുരം ഉണ്ടായിരുന്നു ആ കരിക്ക്, നല്ല മധുരം ഉണ്ടായിരുന്നു കരിക്കിന്. അങ്ങനെ സന്ധ്യവട്ടൻ എനിക്ക് ആ ഒരു കരിക്ക് കൊണ്ടുവന്നു. അപ്പോഴത്തേനും ഞാൻ പറഞ്ഞു, അതിനകത്തുള്ള ആ കരിക്ക് നമുക്ക് എടുത്തിട്ട് കരിക്കിൻചിയൊക്കെ ഉണ്ടാക്കാം ചേട്ടാ, നമുക്ക് കൊണ്ട് ഫ്രിഡ്ജിൽ വെച്ചേക്കാം, എന്നിട്ട് നമുക്ക് കരിക്കിൻചിയൊക്കെ ഉണ്ടാക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ ആ ജോലിയെല്ലാം കഴിഞ്ഞു. അങ്ങനെ പപ്പടം പൊള്ളിക്കാൻ കരുതി. അതും കഴിഞ്ഞപ്പോഴത്തേക്കിനും കരിക്കും വെള്ളം കുറച്ചും കൂടി ഇരുന്നത് ഞാനതെടുത്ത് കുടിച്ച്. പിന്നെ അപ്പോഴത്തേനും നമ്മൾ ഈ ഒരു തേങ്ങ ഫ്രിഡ്ജിൽ വെക്കണമല്ലോ കരിക്കും ഷേക്കിന് വേണ്ടിയിട്ട്. നമ്മളിപ്പം വെക്കാത്തതിൻ്റെ കാര്യം എന്ന് വെച്ചാൽ കട്ട പാലൊന്നും ഇരിപ്പില്ലായിരുന്നു. പാലോ മറ്റു കാര്യങ്ങളോ പാല് ബൂസ്റ്റ് അങ്ങനത്തെ ഐറ്റംസ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ പിന്നെ ഫ്രിഡ്ജിലോട്ട് മാറ്റി വെച്ചു. പിന്നെ ആ കരിക്കിൻ്റെ വെള്ളം തോനെ ഉണ്ടായിരുന്നു, അപ്പം കുറച്ചിരുന്ന് കുടിച്ചിട്ട് ബാക്കി ഞാൻ കപ്പിനകത്തോട്ടാക്കിയിട്ട് അങ്ങനെ കുടിക്കുകയാണ് ചെയ്തത്. പിന്നെ അതിന് ശേഷം നമ്മുടെ ചോറും കറികളും പപ്പടവും ഒക്കെ റെഡിയായി ഞാൻ മാറ്റി വെച്ചു. എൻ്റെ ആ ഇരുന്ന കരിക്കും വെള്ളം തീർന്നില്ല, ഒരുപാടുണ്ടായിട്ട് ആ കരിക്കും വെള്ളം തന്നെ ഇങ്ങനെ കുടിച്ചുകൊണ്ടിരിക്കുക. ഇങ്ങനെ കുടിച്ചുകൊണ്ടിരുന്നപ്പോഴായിരുന്നു അൻവി മോള് ഉറക്കം എഴുന്നേറ്റത്. അങ്ങനെ അവളെടുത്ത് പോയി കുറച്ച് നേരം അവളോട് കാര്യമൊക്കെ പറഞ്ഞു. പിന്നെ നമ്മൾ ഉച്ചയ്ക്ക് ചോറ് കഴിക്കാൻ വേണ്ടിയിട്ടിരുന്നു. സാമ്പാർ, തോരൻ ഇതെല്ലാം ഉണ്ടായിരുന്നു. അപ്പം ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ച് അതിന് ശേഷം
കുളിക്കാൻ പോയി. അനിമോളെ കുളിപ്പിച്ച് കയറ്റി ഞങ്ങൾ ചായയൊക്കെ കുടിച്ചിട്ട് ഇങ്ങനെ ഇരിക്കുമായിരുന്നു. അപ്പം നമ്മുടെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. അപ്പം മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരേക്കും ടാറ്റാ ബൈ ബൈ, സീ യു.